നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. രോഹിണി നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവം എന്താണ്, അവരേത് രീതിയിലാണ് പെരുമാറുക, അവരുടെ ശരീരപ്രകൃതി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് എന്നൊന്ന് പരിശോധിച്ച് നോക്കാം. രോഹിണി നക്ഷത്രക്കാർ സാധാരണയായിട്ട് അല്പം തടിച്ച ശരീരപ്രകൃതക്കാരായിരിക്കും. അതേപോലെ കണ്ണുകൾ കുറച്ച് വലുതും തിളക്കമുള്ളതുമായിരിക്കാൻ സാധ്യതയുണ്ട്. ഒരു സഭയിലൊക്കെ കുറച്ച് പേരുടെ അടുത്ത് ഇരിക്കുന്ന രോഹിണി നക്ഷത്രക്കാർ അവരെക്കാളിലൊക്കെ പ്രത്യേകിച്ച് ഒരു ശ്രദ്ധയാകർഷിക്കുന്ന രീതിയിലുള്ള ഒരു രൂപഭംഗിയും ആകാരസൗഷ്ഠവമുള്ളവരായിരിക്കും. ആളുകളോട് അങ്ങോട്ട് ചെന്ന് പരിചയപ്പെടുന്ന ഒരു സ്വഭാവം കുറവാണെങ്കിലും അടുത്തിടപഴകി കഴിഞ്ഞാൽ സന്തസ്സായും സ്നേഹപൂർവ്വമായിട്ടും പെരുമാറുകയും അവരോട് വളരെ സഹകരണത്തോടു കൂടിയിട്ടും സൗമ്യത്തോടു കൂടിയിട്ടും അവർക്ക് മറക്കാൻ പറ്റാത്ത രീതിയിലുള്ള നല്ലൊരു സൗഹൃദം സൃഷ്ടിക്കാനായിട്ട് ഇവർക്ക് സാധിക്കുന്നതാണ്. നല്ല ബുദ്ധിയുള്ള വ്യക്തികളായിരിക്കും. ഏത് തൊഴിലും സാമർഥ്യത്തോടു കൂടി ചെയ്യാനായിട്ടുള്ള കഴിവ് ഇവർക്കുണ്ടാവും. പണമിടപാടുകൾ വളരെ കണിശക്കാരായിരിക്കും. എന്നാൽ സ്വന്തം വരവ് ചിലവുകളെ പറ്റി തീരെ ശ്രദ്ധിക്കുന്ന സ്വഭാവക്കാരായിരിക്കുകയുമില്ല. ആവശ്യം വരുമ്പോൾ ഈശ്വരാനുകൂല്യം വന്നുകൊള്ളും എന്നുള്ള ഒരു ചിന്താഗതിക്കാരാണ്. അതായത് ഇടയ്ക്കിടയ്ക്ക് ദൈവഭക്തി കൂടുകയും ഇടയ്ക്കിടയ്ക്ക് ഭക്തി കുറയുകയും ചെയ്യുന്ന ഒരു സ്വഭാവമൊക്കെ ഇവർക്ക് ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. ഇത്രമാത്രം കഴിവുകളുണ്ടെങ്കിലും അഹംഭാവിയാണെന്ന് മറ്റുള്ളവർക്ക് തോന്നാതെ, അഹംഭാവം കാണിക്കാതെ സൗമ്യ രീതിയിൽ ജീവിക്കാനായിട്ട് ഇവർക്ക് സാധിക്കും. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മുഖസ്ഥിതിയിലോ പ്രശംസയിലോ ഒന്നും കുടുങ്ങിയിട്ട് അപകടത്തിൽ ചെന്ന് ചാടാൻ സാധ്യതയില്ല ഇവരെ സംബന്ധിച്ചിടത്തോളം. ചെറിയ ചെറിയ തടസ്സങ്ങളോ പ്രതിസന്ധികളോ ജീവിതത്തിൽ വന്നാൽ അതിൽ ആത്മധൈര്യം കൈവിടാതെ മുന്നോട്ട് പോകാനായിട്ട് ദൃഢചിത്തതയുള്ളവരായിരിക്കും. നല്ല ആത്മവിശ്വാസത്തോടു കൂടി തന്നെ ഏത് പ്രവൃത്തിയിലെയും എന്ത് വിഷയത്തെയും നേരിടാനായിട്ട് ഇവർക്ക് സാധിക്കുന്നതാണ്. ലളിത ജീവിതം നയിക്കാനാണ് ഇവർ ഇഷ്ടപ്പെടുന്നത്. അതേപോലെ തന്നെ മറ്റുള്ളവരെ ബഹുമാനിക്കാൻ ഇവർക്ക് അറിയാം. ഓരോ വ്യക്തികളെ ഏത് രീതിയിൽ കാണണമെന്നും പെരുമാറണമെന്നും നല്ല അറിവുള്ളവരായിരിക്കും. അതുപോലെ തന്നെ ക്രൂരപ്രവൃത്തികൾ ചെയ്യാനായിട്ട് ഇവർ താല്പര്യപ്പെടാറില്ല. എടുത്തു ചാടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നൊരു സ്വഭാവം ഇവർക്ക് ഉണ്ടാകില്ല. മറ്റുള്ളവരുടെ കഴിവുകളും കുറ്റങ്ങളും കണ്ടുപിടിക്കുന്ന ഒരു സ്വഭാവം ഇവർക്ക് വലിയ കാര്യമായിട്ടുണ്ടാകില്ല. നല്ല അറിവും ചെയ്യുന്ന പ്രവൃത്തിയിൽ നല്ല നിപുണതയും ഉണ്ടായിരിക്കും. ഒരു വിദ്യയിലും പൂർണ്ണമായിട്ടുള്ള അറിവ് നേടിയെന്ന് പറയാനായിട്ട് ഇവർക്ക് സാധിക്കില്ല. വ്യാഴവും ബുധനും ഇവർക്ക് ജാതകത്തിൽ നല്ല സ്ഥാനത്താണെങ്കിൽ എഴുത്തുകാരായിട്ടും പ്രശസ്തരായിട്ടും ഒക്കെ മാറാനായിട്ട് യോഗമുള്ളവരാണ്. സ്വതന്ത്ര സ്വഭാവക്കാരായിരിക്കും ഇവർ. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ അധികാരത്തിൽ അല്ലെങ്കിൽ മേൽക്കോയ്മയിൽ നിൽക്കാനായിട്ട് ഇവരൊരിക്കലും താല്പര്യപ്പെടാറില്ല. പിതാവിനേക്കാളും മാതാവിനോട് സ്നേഹം കൂടിയവരായിരിക്കും ഇവർ. പുരുഷന്മാരെക്കാൾ സ്ത്രീകളായിട്ടായിരിക്കും ഈ രോഹിണി നക്ഷത്രക്കാർക്ക് അടുപ്പം കൂടുതൽ. അതിൻ്റെ കാരണം ചന്ദ്രനാണ് ഈ രോഹിണി നക്ഷത്രത്തിൻ്റെ അധിപൻ. അതുകൊണ്ടാണ് ഒരു 19 വയസ്സ് മുതൽ 36 വയസ്സ് വരെ പല രീതിയിലുള്ള ക്ലേശങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതിനുശേഷം ജീവിതത്തിൻ്റെ മധ്യകാലവും ജീവിതാന്ത്യം വരെയുള്ള അതിന് ശേഷമുള്ള കാലവും ഇവർക്ക് സാമാന്യം സുഖകരമായിട്ടുള്ള രീതിയിൽ തന്നെ കഴിയാനായിട്ട് സാധിക്കുന്നതാണ്. ശുദ്ധഗതിക്കാരായത് കാരണം കൊണ്ട് മറ്റുള്ളവരിൽ നിന്നുള്ള ചതി പറ്റാൻ സാധ്യത കൂടുതലാണ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. സ്ഥാന ബഹുമാനങ്ങൾക്ക് വേണ്ടിയും പ്രശംസയ്ക്ക് വേണ്ടിയും എത്ര പണം വേണമെങ്കിലും ചെലവഴിക്കാൻ ഇവർ മടിക്കാറില്ല. ഇന്ദ്രിയ സുഖത്തിനും സ്ത്രീ സഹവാസത്തിനും വലിയ താല്പര്യം കാണിക്കുന്ന സ്വഭാവക്കാരാണ്. ഇവർക്ക് സാധാരണ പ്രവർത്തന വിജയം ലഭിക്കും. എങ്കിൽ പോലും കുറച്ച് ക്ലേശിച്ചതിന് ശേഷം, കുറച്ച് കാലപ്പഴക്കത്തിന് ശേഷമൊക്കെ യഥാർത്ഥത്തിലുള്ള ഈ പറയുന്ന ഗുണങ്ങൾ ഇവർക്ക് നേടാനായിട്ട് സാധിക്കുകയുള്ളൂ. പുസ്തകമെഴുത്ത്, പ്രസിദ്ധീകരണം എന്നീ മേഖലകളിൽ ഇവർക്ക് ശോഭിക്കാനായിട്ട് കഴിയും. കലാരംഗത്തും തൻ്റെ കഴിവ് തെളിയിക്കാൻ കഴിയുന്നവരാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.